അനുഷ് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ അടുത്ത് കറങ്ങാൻ പോകാനുള്ള പ്ലാനാണ്. സോ അത് കാണിക്കാം. കുട്ടി ഇതാരാ? അനിഷമേമയാണ്. അനിഷയായിട്ട് ഭയങ്കര കമ്പനി ആയിട്ടുണ്ട്. ഇവിടെ മഴ ഉണ്ട്. ശരിക്കും ഇന്ന് ഞാൻ ധോണിക്ക് പോകേണ്ട ആളാണ്. പിന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം വീട്ടുകാരുടെ അസമ്മതം അതിശക്തമായ മഴ എന്ന് കാരണം ഞാൻ മാറ്റിവെച്ചാണ്. അതിൻ്റെ വിഷമത്തിൽ വയ്ക്കുമ്പോഴാണ് എനിക്ക് താങ്ങും തണും സപ്പോർട്ടായിട്ട് അനിഷയുടെ എൻട്രി. അപ്പം എനിക്കിതൊരു നല്ല ഹാപ്പിയായി. അപ്പം ഞങ്ങളിനി പാടത്തേക്ക് പോകാനൊക്കെ തീരുമാനിച്ചു. അപ്പം അതൊക്കെ കാണിക്കാം. ഓക്കെ, ചേച്ചിയും വൈശാരനൊക്കെ ഇവിടെ ഉണ്ട്. അനുഷ വീണ്ടുണ്ട്. വാ നമുക്ക് കഴിക്കാൻ പോവാം. അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് വരാം. ഗൈസ്, അപ്പം തന്നെ നൂലിപ്പുട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആട്ടോ. ഇത് ചിക്കൻ കറിയാണ്, ഇത് മുട്ടക്കറി, ഇത് ഇന്നലെ വാങ്ങിച്ച അൽഫാമാണ്. ശരി, അനുഷനെ കഴിച്ചോട്ടോ. എടുത്തോ ഗൈസ്. ഞാൻ അനുഷനെ ഇന്ന് മുതലാക്കാണ്. അവള് വന്നിട്ട് ഇന്ന് ഫുള്ള് എൻ്റെ വീഡിയോയുടെ അനുഷ മാത്രം കഴിച്ചു. അനുഷന്ന് അറിയാം 5-6 നിറയെ എടുത്തു അനുഷേ. ഇത് മതി ശ്രീതു. നീ നിർബന്ധിക്കാതെ നീ കഴിക്കണം. അതാണ് നമ്മുടെ ഇത്. ഞാൻ കഴിക്കാം. ഡിപ്രഷൻ അടിച്ച് ഒന്നും കഴിക്കാതിരിക്കുന്നത്. അതെ, നിങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് അറിയണം എൻ്റെ വേദന. കുട്ടി വയസ്സേട്ടൻ പോയപ്പോൾ കരഞ്ഞു. അപ്പോൾ അനുഷ കൊടയിട്ട് അത് കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ കരച്ചിലൊക്കെ നിർത്തി. അങ്ങനെ അവർ റൂട്ടിക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ പുറത്ത് പോകാൻ റെഡി ആയിട്ടുണ്ട്. പാടത്ത് പോകാൻ. ആക്ച്വലി പാടം വളരെ അടുത്താണ്. കുറച്ച് നടന്നാൽ തന്നെ എത്തും. അപ്പോൾ ഞങ്ങൾ കൂണ് തപ്പാൻ പോയിട്ട് വരാം. അഗസ്റ്റ് കുട്ടി നമ്മൾ എവിടേക്കാ? പറക്കാൻ പോവുകയാണ് അല്ലേ? എന്ത് പറക്കാൻ? അതെ, ഞങ്ങൾ മഷ്റൂം പറിക്കാൻ പോവുകയാണ്. ബൈ ബൈ പറ. ബൈ, ലവ് യു പറ. ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട്. ഇറങ്ങിപ്പോണ്ട, അവിടെ ഇരുന്നോ. അവിടെ ഇരിക്കേ. അമ്മ വേണോ? അത് ഓട്ടോ. അതോ അമ്മ മേമ കൊണ്ടോ. അതൊരു ഓട്ടോറിക്ഷ ഉണ്ട്. ഇത്രേ നല്ല മഴയായി. ഞങ്ങൾ എന്തായാലും പോകും, മഴയിൽ തന്നെ പോകും. പക്ഷെ ഇത്തിരി ഒന്ന് മഴ കുറയട്ടെ വേണ്ട. ഒരു റെയിൻകോട്ട് ഉണ്ട് ഞങ്ങൾക്ക് 3 ആൾക്കും കൂടിയിട്ട്. ശരിക്കും ഞങ്ങൾ 3 ആൾ ഇതിൽ കൊള്ളും വലിപ്പം വെച്ചിട്ട്. പക്ഷെ എണ്ണം കുറവാണ് എന്ന്. അപ്പൊ ഞങ്ങള് അനുഷ പോവല്ലേ? ഞാൻ റെയിൻകോട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് ഇടണ്ടേന്നാണ്. റെയിൻകോട്ടിന് പക്ഷെ ആർക്കും വേണ്ടാത്ര. ഇപ്പൊ റെയിൻകോട്ടിന് ആളില്ലാതെ ഞാൻ ചേച്ചി എല്ലാവരും കൂടെ തല്ലാവും. ഞങ്ങളൊക്കെ കൊട ലവേഴ്സാണ്. അതെ, ഇവർക്ക് കൊട മതിത്ര. പക്ഷെ എനിക്കിത് ഇടാനെന്നുണ്ട്. ഞാൻ ചിലപ്പോ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പൊ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ എങ്ങോട്ടാ അനുഷ പോണേ? എന്തിനാ പോണേ? അതെ, ഇപ്പൊ കൂണ് കിട്ടുന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോണ്. എന്തായാലും ഞങ്ങൾ കൂണോണ്ടേ വരുള്ളൂ. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഭയങ്കര അടുത്താണിത്. ഒരു ഇത്തിരി ഉള്ളിൽ പോകണം കേട്ടോ. പാടം ഭയങ്കര അടുത്താണ്. ഞങ്ങൾ എപ്പോഴും പോകുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് അനുഷ വന്നാൽ ഞങ്ങൾ എന്തായാലും പാടം വെച്ചിട്ട് ഉറപ്പാണ്. ഇവിടെ വഴുക്കലുണ്ട്. അഗസ്ത്യ കുട്ടീനെയും കൂടി കൊണ്ടുപോകുന്നുണ്ട്. അത് ഇവിടെ നല്ല വഴുക്കലുണ്ട് എന്നാണ് പറഞ്ഞ്. അഗസ്ത്യ കുട്ടിക്ക് വരണം പറഞ്ഞിട്ടാണ് കൊണ്ടുപോകണ്. അപ്പോൾ ഞങ്ങൾ നടന്ന് പോവുകയാണ്. അഗസ്ത്യക്കുട്ടി നമ്മളെല്ലാവിടെയും നോക്കണം. ഇത് ഒരു റബ്ബർ തോട്ടം ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അവിടെയൊക്കെ ഉണ്ടാവുമായിരുന്നു പണ്ട്. ഞങ്ങൾ ചെറുപ്പത്തിൽ പറിക്കാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടൊക്കെ ഉണ്ട് ഒരു 2 എണ്ണമൊക്കെ. തവണ കിട്ടുമെന്ന് അറിയില്ല. അനുഷ പറഞ്ഞു അനുഷയ്ക്ക് കിട്ടി അവളുടെ ആ സൈഡിൽ നിന്ന്. അപ്പം എന്തായാലും കൂണ് കിട്ടുന്ന സമയമായിരിക്കും ഇത്. അപ്പോൾ എന്തായാലും പാടായതുകൊണ്ട് പ്രോബബിലിറ്റി കൂടുതലാണ് കിട്ടാനുള്ള ചാൻസ്. സോ നമുക്ക് നോക്കാം. ഇവിടെ ഞങ്ങൾക്ക് പരിചയമുള്ളൊരു ചേച്ചി ഉണ്ട്. ആ ചേച്ചി പറഞ്ഞു കുട്ടികളൊക്കെ കൂണ് തപ്പാൻ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും കിട്ടിയില്ല എന്നാണ്. ഈ കൂട് എല്ലാവരുടെയും കണ്ടില്ല അങ്ങനെ തെളിയില്ല എന്നാണ് പറയുന്നത് കേൾക്കാറ്. പക്ഷേ ഇവിടെ അനുഷയ്ക്ക് കിട്ടാറുണ്ട് പറഞ്ഞുകൊണ്ട് അനുഷയാണ് ഇവിടുത്തെ ഡിറ്റക്ടർ. അനുഷ തപ്പി തെരഞ്ഞ് കണ്ടുപിടിക്കുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷെ ഞങ്ങളിപ്പോൾ ഒന്നും നോക്കാതെ പോവുകയാണ് കേട്ടോ. ആരും ഒന്നും നോക്കണില്ല. പാടം കാണാൻ വന്ന പോലെയാണ് പോകുന്നത്.
അനുഷ അഗസ്ത്യ കുട്ടീനെ ആകർഷിക്കാനാണ്. ഇത് അമ്മ തിരിഞ്ഞിപ്പോ പോയനെ. മണി മണി എവിടെ? ഞങ്ങളുടെ പാടം ആശുപത്രി ചേച്ചി വരുന്നുണ്ട്. ഇതാ അനുഷ. നോക്ക് ഗൈസ്, എൻ്റെ കോടയിൽ കണ്ടോ ബ്രോക്കൺ ടൂലിപ്സ് ഉണ്ട്. അതെ, പാടം മാറി ബീച്ചായി. അനുഷ്ഠിച്ചാടേ വളരെ ചെറുതാണ്, എന്നാലും ഹൈപ്പിനൊരു കുറവില്ല. നല്ല രസമുണ്ട്. അപ്പൊ കുറച്ച് ഫോട്ടോ എടുക്കാൻ ഞങ്ങള് തീരുമാനിച്ചു. ആശുക്കുട്ടിയുടെയും അനുഷയുടെയും ചേച്ചിയുടെയും. ചേച്ചിയുടെ വേണ്ടേ? ഓക്കെ, ചേച്ചിക്ക് താല്പര്യമില്ലാത്രേ. ചേച്ചി ഇന്നലെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും ലൈക്ക് ചെയ്യുക. അയ്യോ, ചേച്ചിക്ക് അങ്ങനെ പബ്ലിസിറ്റി ഇഷ്ടമില്ലാത്ത ആളാണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്യണ്ട. ശരി, ലൈക്ക് ചെയ്യും വേണ്ട, ചെയ്യാതിരിക്കും വേണ്ട. മനസ്സിലായില്ലേ? അപ്പൊ എന്താ ചെയ്യാ? നിങ്ങൾ കണ്ട ഭാവിയെ നടിക്കണ്ട. ഓക്കെ, ഞങ്ങൾ നടന്ന് അതെ ഒന്നും ജോലി കിട്ടിയില്ലെങ്കിൽ ഇതെങ്കിലും വാരാന്ന്. ചിലപ്പോ അനുഷ്ഠ നിധി ഉണ്ടാവും. ഇപ്പൊ നിധിയല്ലേ ട്രെൻഡിങ്. പക്ഷെ ഗവൺമെന്റിനെ ഏൽപ്പിക്കണ്ടേ? വേണ്ടല്ലേ? ഗൈസ്, അവിടെ നല്ല വയലറ്റ് പൂക്കളുണ്ട്. ശരി, നീ പതക്കേന്ന് വീഴരുത്. ഞാൻ ആടിയ മരാണ് കേട്ടോ അത്. അന്നാളത്തെ ഒരു വൈറൽ വീഡിയോ ആയിരുന്നു. ആ കൊമ്പ് പൊട്ടിയോ? അത് ഞങ്ങളെ പോലുള്ള ഏതൊരു ആട്ടക്കാര് വന്ന് പൊട്ടിച്ചു തോന്നുന്നു. അതെ, വായി അനുസരിക്ക് പൂ കിട്ടി. നല്ല മെല്ലെ കേട്ടോ, സൂക്ഷിച്ചായോ. ഇതാണ് കുളം. ഇവിടെ ആകെ ഇത് ഒരു തവണ ക്ലീൻ ആക്കിയതാട്ടോ ഈ പഞ്ചായത്ത് പണിക്കാര്. പക്ഷെ ഇപ്പൊ വീണ്ടും ഇതിങ്ങനെ ആയിട്ടുണ്ട്. ഇതവിടെ നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടർ ഉണ്ട് അല്ലേ അനുഷ്? ഇവിടെ വേണമെങ്കിൽ നമുക്ക് കാല് കഴുകാം. അനുഷ് പൂന്തി പോയി. ചെരുപ്പ് പൂന്തിയേ. ശ്രീധുവിന്റെ ചെരുപ്പ് പൂന്തിയ ഒരു രംഗാണ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. കിട്ടി. ഞങ്ങൾക്ക് ചെരുപ്പ് രക്ഷിക്കാൻ ആ ചേച്ചി വരെ അവിടുന്ന് ഓടി വന്നു. ഇപ്പൊ കിട്ടി. കാലൊക്കെ കഴുകി ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. അതെ, രസമുണ്ട്. ഈ കോടയും പോണൊന്നും ഇല്ലെങ്കിൽ രസമായിരിക്കും. പക്ഷെ ഞാൻ കോട അവിടെ വെച്ചിട്ടാട്ടോ വരുന്നത്, കാരണം ചെറിയ ചാറ്റലേ ഉള്ളൂ. കുട്ടിക്ക് പൂ അനുഷ ഫൈനലി കൊടുത്തിട്ടുണ്ട്. ഇഷ്ടായ ആശുകുട്ടി? എടുത്താ ചേച്ചി എടുത്ത് കോട പിടിക്കാന്. നല്ല രസമുണ്ട്. ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. കുറച്ച് ഫോട്ടോയേ ഉള്ളൂ കേട്ടോ. തമ്മിൽ സെറ്റ് ചെയ്യാനുള്ള ഫോട്ടോ വെച്ചു. അയ്യോ, കോട പപ്പടക്കോട ആവോ? പപ്പടക്കോട ഏതാ രസമാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് കൂണ് ഇനി ഞങ്ങൾ പോണ വഴിക്ക് കിട്ടുമെന്ന് നോക്കണം. നീ ആ കൂണിനെങ്ങനെ ഇതൊക്കെ അതിലുണ്ടോ? പഠിക്കണേ. മൈലാഞ്ചി, വെള്ള മൈലാഞ്ചി കുട്ടിക്ക് വേണോ? അതെ, ഒരു മരക്കൂണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. ഗൈസ്, ഇവിടെ എനിക്ക് തോന്നുന്നു ഈ പരിസരത്ത് ഉണ്ടാവുന്ന്. പക്ഷെ ഇത് നല്ല കൂണാണ് മനുഷ്യ. നല്ലതാണ്, പക്ഷെ കേട് വന്നിട്ടുണ്ട്. കൊറേ മുന്നേ വിരിഞ്ഞിട്ടുണ്ട്. സക്സസ് ആയിട്ടുണ്ട് ഇത്, പക്ഷെ എന്തോ ചെറുതായിട്ട് കേട് വന്നിട്ടുണ്ട്. അനുഷ തിരുദേവി ട്രൈ ചെയ്യാൻ പോവാണ്, ലൊക്കേഷൻ കിട്ടാൻ വേണ്ടിട്ട്. അതിനുള്ള കമ്പി ഒരു ഈർക്കില് പോരെ? ചേച്ചി ആശയം വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടേക്കോ.
വീണ്ടും അതേ കറക്റ്റ് ഈ കൂണ് കിട്ടിയ സ്ഥലത്ത് തന്നെയാണ് അത് വീണ്ടും കാണിച്ചത്. ലൊക്കേഷൻ തന്നെയാണ് കാണുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അവിടുന്ന് ഓൾറെഡി കിട്ടി തിരുതിരുദേവി. ഇനി വേറെ ലൊക്കേഷൻ കാണിച്ചു തരൂ. തിരുതിരുദേവി കൂണ് കിടക്കണ വേറെ ലൊക്കേഷൻ കാണിച്ചു. ഈ അനുഷ്ഠ ഒക്കെ അവിടെ കൊണ്ടുപോയിട്ടിരുന്നത് ഇതിന് ഈ പരിസരം അങ്ങോട്ട് ഇഷ്ടമായി തോന്നുന്നു. തിരുതിരുദേവി ഇവിടെ ഉണ്ടെന്നാണ് ഗൈസ് പറയുന്നത്. പക്ഷെ പറയുന്ന വെച്ചിട്ട് ആകെ ഒരെണ്ണം ഇവിടെ ഉള്ളൂ. അത് ഞങ്ങൾ കണ്ടു. തിരുതിരുദേവിക്ക് ഒന്നെന്നെ കാണിക്കാനുള്ളൂ. അത് ചിലപ്പോൾ തിരുതിരുദേവി പറയുന്നത് ഇവിടെ ഒന്നേ ഉള്ളൂ, കുട്ടികളെ പോയിക്കോന്നാവും. പറയാൻ പറ്റില്ല. തിരുതിരുദേവി നമ്മുടെ എങ്ങനെയാണ് ആശയവിനിമയം നടത്താൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്കൊരു രീതിയിൽ തിരുതിരുദേവി ഞങ്ങളെ തിരിപ്പിക്കുന്ന തോന്നുന്നുണ്ട്. അതെ, ഇനി ഞങ്ങൾ പോവുകയാണ്. പോവാല്ലേ അനുഷേ? ഓക്കെ, ഒന്നെങ്കിലും കിട്ടിയ സന്തോഷത്തില്. അതെ, ഇല്ലാത്ത സാധനം തിരുതിരുദേവിക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ കിട്ടിയ എന്തായാലും ഒരു കൂണ്. ഞങ്ങളുടെ മിഷൻ എന്തായാലും സക്സസ്. എവിടെ അനുഷയ്ക്ക് ഒരു തേങ്ങ എടുക്കണം എന്നുണ്ട്. ഞാൻ അന്യരുടെ മുതൽ ആഗ്രഹിക്കുന്ന തെറ്റാണെന്നുള്ളത് എനിക്കറിയാം. അതെ, ആ പോളിസി അനുഷ മനസ്സിൽ വെച്ചോണ്ട് മാത്രം. അത് പഠിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അനുഷ അത് എടുത്തോണ്ട് പോയേനെ. പഠിച്ചോണ്ടതിൻ്റെ ഒരു വിഷമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇനി ആഞ്ഞു പിടിക്കുകയാണ്. പോണ വഴിയിൽ ഞങ്ങൾ നോക്കിയിട്ട് തന്നെ പോണേ. കിട്ടിയ ഇനിയിപ്പോൾ അത് കാണിച്ചു തരാം. ഒന്നുകൂടെ ഒന്ന് കിട്ടിയാൽ ഇത്തിരി ഒന്ന് ഹാപ്പി ആയേനെ. അതെ, ഈ മഷ്റൂം ഞങ്ങൾ അമ്മേൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നല്ലതാണോന്ന് ഉറപ്പ് വരുത്തിയ അതൊന്ന് കുക്ക് ചെയ്യൂട്ടെ ഞങ്ങൾ. അതെ, അതിൻ്റെ വീഡിയോ അത് ആഴ്ച ഞാൻ അതിൻ്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു കൂണും കുറേ ഉള്ളി ഇട്ടിട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതെ, അങ്ങനെ ഒരു വിഭവം. പാമ്പോ? ഇതെന്താ ചത്തതാ ജീവനുള്ളതാ? എവിടെ പോയോ? എന്താ നടന്നോ ഗൈസ്? അതിനിടയിൽ കൂടെ കൂണ് തപ്പിയിട്ട് പാമ്പിനെ കിട്ടി. പാമ്പ് ഏത് കൂടെ പോയിട്ടുണ്ട്. നമ്മുടെ ഫോണാണ് ക്ലിയർ ഇല്ല. സ്പെഷ്യൽ അനുസ കാണിച്ചു തരാൻ. ചോറ്. ആ, എന്ത് കറി? ഇത് മോരുകറി, ചീരപ്പേരി, സ്പെഷ്യൽ മീൻ വറുത്തത്, പിന്നെ നാരങ്ങ അച്ചാറാണ്. ഇതാണ് ഇന്നത്തെ മെനു. പക്ഷെ ഗൈസ് ഇത് പോക്കെ ഫോണാണ് നമ്മുടെ ഫോണ്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. അത് ഞാൻ അതിൽ ചേർക്കും. അപ്പൊ എന്റെ വ്ളോഗ് ഇവിടെ കംപ്ലീറ്റ് ആക്കി കേട്ടോ. ശരി, എന്നാ ബൈ.